നമസ്തേ. അപ്പോൾ നാലാമത്തെ ബ്ലോക്കിൽ നമ്മൾ എന്താണ് പണ്ഡിതലക്ഷണം, എന്താണ് മൂഢലക്ഷണം, എന്താണ്, പിന്നെ സത്യത്തെക്കുറിച്ച് പറഞ്ഞു, ക്ഷമയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വിവിധ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. ഇനി നാലാമത്തെ യൂണിറ്റിൽ എന്താ വരുന്നത്? ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? 58 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ ദ്വയം ശ്രദ്ധേയം, രണ്ടെണ്ണം വീതമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് നോക്കാം. ഇതിലും വിവിധ ഉപദേശങ്ങളാണ്, ഓരോ കാര്യങ്ങളെ കുറിച്ച് ഉപദേശം നൽകുന്നതാണ്. നോക്കാം. അവിരോധ രാജ നോചിതഃ സ്വസ്ഥാന സദൃശ്യം കർമ്മ അകുർവൻ ന ശോഭതേ. അപ്പോൾ അവിരോധ രാജ നോചിതഃ, അതായത് സ്വന്തം സ്ഥാനത്തിന് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു രാജാവ് ഒരിക്കലും ശോഭിക്കുകയില്ല എന്ന് പറയുകയാണ്. ശ്ലോകം നോക്കാം. ദ്വാവിമൗ ഗ്രസതേ ഭൂമി സർപ്പോ ബിലശയാനിവ രാജാനം ച അവിരോധാരം ബ്രാഹ്മണം ച അപ്രവാസിനം. സർപ്പഃ ബിലശയാൻ ഇവ, സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പ്, ഭുജഗഃ പാമ്പ്, ബിലശയാൻ ഇവ മാളങ്ങളിൽ വസിക്കുന്ന ജന്തുക്കളെ എന്ന പോലെ, ഭൂമി വസുധ ഭൂമി എന്ത് ചെയ്യുന്നു? അവിരോധാരം രാജാനം, ശത്രുക്കളോട് പ്രതികരണമൊന്നും ചെയ്യാത്ത, ക്രോധമൊന്നും കാണിക്കാത്ത രാജാവിനെ, അതുപോലെ അപ്രവാസിനം ബ്രാഹ്മണം ച, തീർത്ഥയാത്ര, പ്രവാസം എന്ന് പറഞ്ഞാൽ മറ്റു നാടുകളിലേക്ക്, സ്വന്തം നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്കുള്ള യാത്രയെയാണ് പ്രവാസം എന്ന് പറയുന്നത്. അപ്പോൾ അപ്രവാസിനം ബ്രാഹ്മണം, പ്രവാസം തീർത്ഥയാത്രകളൊന്നും നടത്താത്ത ബ്രാഹ്മണനെയും ഈ രണ്ടു പേരെയും എന്ത് ചെയ്യുന്നു? ഇമൗ ദ്വൗ ഗ്രസതേ, ഇവർ രണ്ടുപേരെയും ഗ്രസതേ ഭക്ഷിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പോ സർപ്പഹ പാമ്പ്, ബിലശയാ ഇവ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ജന്തുക്കളെ എങ്ങനെയാണോ ഭക്ഷിക്കുന്നത്, അതുപോലെ ഭൂമി ശത്രുക്കളെ നശിപ്പിക്കുവാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ശത്രുക്കളോട് എതിരിടാത്ത രാജാവിനെയും, അതുപോലെ തീർത്ഥാടനം ചെയ്തുകൊണ്ട് ആത്മശുദ്ധി അല്ലെങ്കിൽ ആത്മജ്ഞാനം കൈവരിക്കാത്ത ബ്രാഹ്മണനെയും ഭക്ഷിക്കുന്നു. ഇവർ രണ്ടുപേരെയും ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയപ്പെടാത്തവരായി ഇവർ കാലം കഴിച്ചു കൂട്ടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ കടമ എന്താണ്? ശത്രുക്കളിൽ നിന്ന് തന്റെ രാജ്യത്തെ രക്ഷിക്കുക എന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതും, അതുപോലെ ബ്രാഹ്മണന്റെ കടമ എന്താണ്? ബ്രാഹ്മണനായ ഒരാള് നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തി അവിടെ നിന്നുള്ള അറിവുകൾ ശേഖരിച്ച് ആത്മശുദ്ധി കൈവരിക്കണം. ഈ രണ്ടു തരത്തിലും ഇതൊന്നും ചെയ്യാത്ത ഈ രണ്ടുപേരെയും, രാജാവിനെയും ബ്രാഹ്മണനെയും ചെയ്യും ഭൂമി സ്വയം ഇല്ലാതാക്കുന്നു, ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടാത്തവരായി കാലം കഴിച്ചു കൂട്ടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ രാജാവിനോട് പറയാണ്, ശത്രുക്കളെ എതിരിടാൻ കഴിയാത്ത രാജാവ് എന്താണ്? സ്വയം ഒരു പ്രശസ്തിയും ലഭിക്കാതെ നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന്. അടുത്തത് എന്താണ് പറയുന്നത്? മൃദുവാദി അർച്ചയംശ്ച ലോകപ്രിയോ. മൃദുവാദി അസദനർച്ചയംശ്ച ലോകപ്രിയോ. ദ്വേ കർമ്മണി നരഃ കുർവന്നസ്മിൻ ലോകേ വിരോചതേ അബ്രൂവൻ പരുഷം കിഞ്ചിത് അസദോ അനർച്ചയംസ്തഥാ.
നരഹ അസ്മിൻ ലോകെ, യാതൊരു മനുഷ്യരാണോ ഈ ഭൂമിയിൽ കിഞ്ചിത് പരുഷം അബ്രൂവൻ, എന്തെങ്കിലും ക്രൂരവാക്കുകൾ പറഞ്ഞിട്ട്, തഥാ അസതഃ അനർച്ചയൻ, അതുപോലെ സജ്ജനങ്ങളല്ലാത്തവരെ പൂജിക്കാതിരുന്നിട്ട്, ഈ രണ്ട് കർമ്മങ്ങളിലൂടെ ദ്വേ കർമ്മണി കുർവൻ, ഇങ്ങനെയുള്ള രണ്ട് കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വിരോചതേ, ലോകപ്രിയനായി തീരുന്നത്. അതായത് ഇങ്ങനെയുള്ള മനുഷ്യൻ ഈ ലോകത്തിൽ ലോകപ്രിയനായി തീരുന്നു. ആരാണ്? കിഞ്ചിത് പരുഷം അബ്രൂവൻ, കുറച്ചുപോലും ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക. പിന്നെ തഥാ അസതഃ അനർച്ചയൻ, സജ്ജനങ്ങളല്ലാത്ത ദുഷ്ടരായ ആളുകളെ പൂജിക്കാതിരിക്കുക. ഈ രണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എന്തായിത്തീരുന്നു? മനുഷ്യർ ലോകപ്രിയരായി തീരുന്നു. അപ്പോൾ പരുഷമായി സംസാരിക്കൽ, ദുർജനങ്ങളെ സേവിക്കൽ എന്നീ രണ്ടു കർമ്മങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജനപ്രീതി നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ മാർഗത്തിൽ പോവുകയാണെങ്കിൽ ജനപ്രീതി ലഭിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പരപ്രത്യയേന നിയമാനാഹ, മറ്റുള്ളവരുടെ ബുദ്ധിക്കനുസരിച്ച് പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ദ്വാവിമോ പുരുഷവ്യാഘ്ര പരപ്രത്യയകാരിണോ സ്ത്രീയ കാമിത കാമിന്യോ ലോക പൂജിത പൂജകഃ. പുരുഷവ്യാഘ്ര, അല്ലയോ രാജാവേ, പുരുഷശ്രേഷ്ഠ, രാജശ്രേഷ്ഠ, കാമിത കാമിന്യഃ സ്ത്രീയഃ, മറ്റു സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ, മറ്റ് സ്ത്രീകൾ ആകർഷിക്കുന്നതായ പുരുഷന്മാരെ ആ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ആ കാരണത്താൽ മാത്രം ആഗ്രഹിക്കുന്ന സ്ത്രീകളും, പൂജിത പൂജകഃ ലോകഃ, മറ്റുള്ളവർ പൂജിക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ വസ്തുവിനെ അവർ പൂജിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം പൂജിക്കുന്ന ജനങ്ങളും, ഇമൗ ദ്വൗ പരപ്രത്യയകാരിണോ, ഇവർ രണ്ടുപേരും എന്താണ്? മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അല്ലയോ പുരുഷശ്രേഷ്ഠ, അല്ലയോ രാജാവേ, മഹാരാജാവേ, മറ്റു സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ അക്കാരണം കൊണ്ട് മാത്രം ആഗ്രഹിക്കുന്ന സ്ത്രീകളും, മറ്റുള്ളവർ പൂജിക്കുന്ന ആളുകളെ അക്കാരണം കൊണ്ട് മാത്രം പൂജിക്കുന്നവരും മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്ന വിഡ്ഢികളാണ്. അതായത് മറ്റുള്ളവരിൽ മാത്രം, മറ്റുള്ളവരുടെ ബുദ്ധിയിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. മറ്റുള്ള ജനങ്ങൾ പൂജിക്കുന്ന വസ്തു അല്ലെങ്കിൽ ജനത്തെ, അവയുടെ മഹത്വം എന്താണ്, ആ വസ്തുവിനെ അറിയാതെ മറ്റുള്ളവർ പൂജിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം പൂജിക്കുകയാണെങ്കിൽ അവരെ എന്ത് പറയുന്നു? വിഡ്ഢി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധി കൊണ്ട് നയിക്കപ്പെടുന്നവർ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ലോകേസ്മിൻ ശരീര പരിശോഷിനോ ദ്വൗ കണ്ടകൗ സ്തഃ, ഈ ലോകത്തിൽ ശരീരത്തെ ശോഷിപ്പിക്കുവാൻ കഴിവുള്ള രണ്ട് മുള്ളുകളുണ്ട് എന്ന് പറയാണ്. ദ്വാവിമൗ കണ്ടകൗ തീക്ഷ്ണൗ ശരീര പരിശോഷിനോ യശ്ചാധന കാമയതേ യശ്ച കുപ്യത്യനീശ്വരഃ. അധനഃ യശ്ച കാമയതേ, അധനഃ ദരിദ്രനായിരുന്നിട്ട്, കാമയതേ ഭോഗവസ്തുക്കൾ ആഗ്രഹിക്കുന്നവനും, അനീശ്വരഃ യശ്ച കുപ്യതി ഇഷ്ടപ്പെടാത്തവരോട് പ്രതികാരം ചെയ്യുവാൻ ശക്തിയില്ലെങ്കിലും അവരോട് ദേഷ്യപ്പെടുന്ന ബലഹീനനായ ഒരുവനും. പിന്നെ ഇമൗ ദ്വൗ ശരീര പരിശോഷിനോ, ഇവർ രണ്ടുപേരും എന്താണ്? സ്വശരീരത്തെ വെറുതെ ശോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇവ രണ്ടും എന്താണ്? തീക്ഷ്ണവും കണ്ടകവും സ്തഹ. ഇത് രണ്ടും ശരീരത്തെ നശിപ്പിക്കുന്ന രണ്ട് തീക്ഷ്ണങ്ങളായിട്ടുള്ള ശക്തി കൂടിയതായിട്ടുള്ള മുള്ളുകളാണ്. എന്താ പറയുന്നത്? ദരിദ്രനായിരുന്നു കൊണ്ട് ഭോഗവസ്തുക്കൾ, അതീവ വിലപിടിപ്പുള്ള ഭോഗവസ്തുക്കളെ ആഗ്രഹിക്കുന്നവനും ഈ തന്നെ ഇഷ്ടപ്പെടാത്തവരോട് അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്തവരോട് പ്രതികാരം ചെയ്യുവാൻ ശക്തിയില്ലെങ്കിലും അവരോട് ദേഷ്യപ്പെടുന്ന ബലഹീനനായ ഒരുവൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ശരീരത്തെ വെറുതെ നശിപ്പിക്കുന്നു, ശോഷിപ്പിക്കുന്നു. അയാളുടെ ശരീരം ശോഷിക്കുന്നു എന്നല്ലാതെ തൻ്റെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ കോപത്തിനോ മറ്റൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള മൂർച്ചയേറിയ മുള്ളുകളായിട്ടുള്ള കാമവും ക്രോധവും എന്താണ്? ഉപദ്രവം ചെയ്യുന്നവ തന്നെയാണ് എന്ന് പറയണം. അപ്പൊ കാമവും ക്രോധവും എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അവ എപ്പോഴും ശരീരത്തെ ശോഷിപ്പിക്കുകയേ ഉള്ളൂ, നന്മയൊന്നും ചെയ്യുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. കർമ്മണി വിമുഖഃ ഗൃഹസ്ഥഃ കർമ്മണി രതഃ ഭിക്ഷുകഃ ച ന ശോഭേതേ. കർമ്മത്തിൽ വിമുഖത കാണിക്കുന്ന ഗൃഹസ്ഥനും തന്റെ കർമ്മത്തിൽ അത്യധികം താല്പര്യം കാണിക്കുന്ന ഭിക്ഷുകൻ അല്ലെങ്കിൽ സന്യാസിയും ശോഭിക്കുകയില്ല. ദ്വാവേവ ന വിരാജേതേ വിപരീതേന കർമ്മണ ഗൃഹസ്ഥശ്ച നിരാരംഭ കാര്യവാംശ്ചൈവ ഭിക്ഷുകഃ. നിരാരംഭഃ ഗൃഹസ്ഥഃ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവനായിട്ടുള്ള ഗൃഹസ്ഥാശ്രമിയും കാര്യവാൻ ഭിക്ഷുകഃ ച, കർമ്മങ്ങൾ സ്വകർമ്മങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ചെയ്യുന്നവനായിട്ടുള്ള സന്യാസിയും ദ്വൗ ഏവ വിപരീതേന കർമ്മണ, ഈ രണ്ടുപേരും സ്വന്തം ആശ്രമത്തിനനുസരിച്ചല്ലാതെ സ്വന്തം ആശ്രമത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ന വിരാജയതേ, ശോഭിക്കുകയില്ല. അപ്പൊ എന്താ പറയുന്നത്? ഗൃഹസ്ഥൻ കർമ്മത്തോട് താല്പര്യമുള്ളവനും സന്യാസി കർമ്മത്തോട് വിദ്വേഷമുള്ളവനും അല്ലെങ്കിൽ വിമുഖതയുള്ളവനും ആയിരിക്കണം. ഗൃഹസ്ഥനായ ഒരാളാണ് എല്ലാ കർത്തവ്യങ്ങളും ചെയ്യേണ്ടത്. സന്യാസി എന്താണ്? എല്ലാ കർമ്മങ്ങളെയും വെടിഞ്ഞ് തീർത്ഥയാത്രയിൽ അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഗൃഹസ്ഥൻ സ്വകർമ്മങ്ങൾ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുകയും സന്യാസി തനിക്ക് നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങളിലെല്ലാം ഏർപ്പെടുകയും ചെയ്താൽ ഈ രണ്ടുപേരും അവരവരുടെ ആശ്രമത്തിൽ ഒരിക്കലും, അവരവരുടെ ഗൃഹസ്ഥാശ്രമം സന്യാസാശ്രമം ഈ ആശ്രമങ്ങളിൽ ഒരിക്കലും ശോഭിക്കുകയില്ല. അടുത്ത ശ്ലോകം എന്താ പറയുന്നത് നോക്കാം. സ്വർഗമപ്യഥ കുർവന്തൗ നരം. ചില മനുഷ്യർ എന്താണ്? താഴെ തന്നെ, സ്വർഗത്തെ തന്നെ താഴേക്ക് കൊണ്ടുവരുന്നു. ആരൊക്കെയാണ് അവർ? ദ്വാവിമൗ പുരുഷൗ രാജൻ സ്വർഗസ്യ ഉപരി തിഷ്ഠതഃ പ്രഭുശ്ച ക്ഷമയായുക്തോ ദരിദ്രശ്ച പ്രധാനമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടുപേരുടെയും സ്ഥാനം സ്വർഗത്തിന് മുകളിലാണ്. ഇവർ സ്വർഗത്തെ പോലും താഴേക്കാക്കുന്നു. ആരൊക്കെയാണത്? രാജൻ അല്ലയോ രാജാവേ, ഇമൗ ദ്വൗ പുരുഷോ, ഈ രണ്ട് പുരുഷന്മാർ. ആരൊക്കെയാണ് രണ്ട് പുരുഷന്മാർ? ക്ഷമയായുക്തഃ പ്രഭുഃ, ക്ഷമയുള്ളവനായിട്ടുള്ള പ്രഭു, രാജാവ് അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ യജമാനൻ. പിന്നെ പ്രധാനവാൻ ദരിദ്രഹാച്ച, ദാനശീലനായിട്ടുള്ള ദരിദ്രൻ. ഈ രണ്ടു പേര്, ക്ഷമയുള്ളവനായ യജമാനൻ അല്ലെങ്കിൽ സ്വാമിയും ദാനശീലമുള്ളവനായ ദരിദ്രനും സ്വർഗസ്യ ഉപരി തിഷ്ഠത, അതായത് തനിക്കുള്ളത് എന്തോ അതിൽ നിന്ന് ദാനം ചെയ്യുവാൻ തയ്യാറാകുന്ന ദരിദ്രനും എങ്ങനെയാണ്? സ്വർഗസ്യ ഉപരി തിഷ്ഠത, സ്വർഗത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെയും സ്ഥാനം സ്വർഗത്തിനും മുകളിലാണ്. അപ്പോൾ ക്ഷമയുള്ളവനായിട്ടുള്ള പ്രഭു, അപ്പോൾ അധിപനായിട്ടുള്ള ഒരാൾക്ക് ക്ഷമ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ താൻ എല്ലാത്തിനും അധിപതിയായിരുന്നിട്ടും ക്ഷമ കാണിക്കുന്ന പ്രഭുവും അതുപോലെ തനിക്കൊന്നുമില്ലെങ്കിലും ഉള്ളതിൽ നിന്നും ദാനം നൽകുന്ന ദരിദ്രനും സ്വർഗത്തിനും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
അടുത്ത ശ്ലോകം സന്മാർഗേണ പ്രാപ്തസ്യ ധനസ്യ വിനിയോഗേ വ്യതിക്രമോ. നല്ല മാർഗത്തിലൂടെ സമ്പാദിച്ചതായിട്ടുള്ള ധനത്തെ വിനിയോഗിക്കുന്നതിൽ, അത് ചിലവഴിക്കുന്നതിലുള്ള വ്യതിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. ന്യായാഗതസ്യ ദ്രവ്യസ്യ ബോധവ്യൗ ദ്വാവതിക്രമൗ അപാത്രേ പ്രതിപത്തിശ്ച പാത്രേ ച അപ്രതിപാദനം. ന്യായാഗതസ്യ ദ്രവ്യസ്യ ബോധവ്യൗ ദ്വാവതിക്രമൗ അപാത്രേ പ്രതിപത്തിശ്ച പാത്രേ ച അപ്രതിപാദനം. എന്താണെന്ന് നോക്കാം. ന്യായാഗതസ്യ ദ്രവ്യസ്യ, ന്യായമാർഗത്തിലൂടെ പ്രാപ്തമായിട്ടുള്ള, നേടിയതായിട്ടുള്ള സമ്പത്ത്, അപാത്രേ പ്രതിപത്തിഹി, അയോഗ്യനായിട്ടുള്ള, യോഗ്യതയില്ലാത്തവനായിട്ടുള്ള ഒരു പുരുഷന് നൽകുന്നത്, പാത്രേ അപ്രതിദാനം ച, യോഗ്യനായിട്ടുള്ള ഒരുവന് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്നിങ്ങനെ ദ്വൗ അതിക്രമോ ബോധവ്യോ എന്നിങ്ങനെ രണ്ട് ദുരുപയോഗങ്ങളാണ് ഉള്ളത്. അപ്പോ എന്ത് സന്മാർഗത്തിലൂടെ സമ്പാദിച്ചതായിട്ടുള്ള ധനത്തിന്റെ രണ്ട് തരത്തിലുള്ള ദുരുപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്താണ്? ന്യായമാർഗത്തിലൂടെ സമ്പാദിച്ചതായ ധനം എന്ത് ചെയ്യുന്നതാണ്? അപാത്രേ പ്രതിപത്തി, യോഗ്യതയില്ലാത്ത ഒരുവന് നൽകുന്നത്, പാത്രേ അപ്രതിദാനം ച, അത് അർഹതയുള്ളവന് നൽകാതിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ആ സന്മാർഗത്തിലൂടെ സമ്പാദിച്ച ധനത്തിന്റെ ദുരുപയോഗം നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അർഹതയുള്ളവന് നൽകണം, അർഹതയില്ലാത്തവന് നൽകാതിരിക്കണം. അതിന് വിപരീതമായി ചെയ്യുകയാണെങ്കിൽ അത് അതിക്രമങ്ങളാണ് അല്ലെങ്കിൽ ദുരുപയോഗങ്ങളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? രാജ്യം അല്ലെങ്കിൽ രാജ്യസമ്പത്ത് ആർക്കാണോ യോഗ്യത, അർഹനായിട്ടുള്ളത് അവർക്ക് നൽകണം, അർഹതയില്ലാത്തവർക്ക് രാജ്യഭാരം നൽകരുത് എന്നാണ് വിദുർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. കൃപണേന ധനികേന കർത്തവ്യേഷു ക്ലേശാസഹിഷ്ണുന ദരിദ്രേണ ച ന കിമപി പ്രയോജനം. അദാതാരം ശ്ലോകം നോക്കാം. ദ്വാവംഭസി നിവേഷ്ടവ്യൗ ഗളേ ബദ്ധ്വാ ദൃഢാം ശിലാം ധനവന്തം അദാതാരം ദരിദ്രം ച അതപസ്വിനം. എന്താ പറയുന്നത്? അദാതാരം ധനവന്തം, ദാനം ചെയ്യാത്തതായ ധനികനെയും, അതപസ്വിനം ദരിദ്രം ച, താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളിൽ, കർമ്മങ്ങളിലെല്ലാം വിമുഖത കാണിക്കുന്ന ദരിദ്രനെയും, ഈ രണ്ടു പേരെയും എന്ത് ചെയ്യണം? ദ്വൗ ഗളേ, ഈ രണ്ട് പുരുഷന്മാരെയും രണ്ട് മനുഷ്യരെയും കഴുത്തിൽ ദൃഢാം ശിലാം ബദ്ധ്വ, ഭാരമുള്ള കല്ലുകൾ കെട്ടി, അംഭസി നിവേഷ്ടവ്യോ, ജലാശയത്തിൽ താഴ്ത്തണം, മുക്കിയിടണം എന്ന് പറയുകയാണ്. അപ്പൊ ദ്വാവംഭസി നിവേഷ്ടവ്യോ ഗളേ ബദ്ധ്വാ ദൃഢാം ശിലാം ധനവന്തം അദാതാരം ദരിദ്രം ച അതപസ്വിനം. ദാനം നൽകാത്ത ധനികനെയും, ദരിദ്രർക്ക് ഒന്നും നൽകാത്ത ധനികനെയും, അതുപോലെ തന്നെ സ്വകർത്തവ്യങ്ങളിൽ, താൻ ചെയ്യേണ്ടതായ കർമ്മങ്ങളിൽ വിമുഖത കാണിക്കുന്ന ദരിദ്രനെയും, ഈ രണ്ടു പേരെയും കഴുത്തിൽ ഭാരമുള്ള കല്ലു കെട്ടി ജലാശയത്തിൽ താഴ്ത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ധനികനാണെങ്കിൽ ഒരാൾ എപ്പോഴും ദരിദ്രർക്ക് ദാനം നൽകണം, ദരിദ്രനാണെങ്കിൽ എന്തു ചെയ്യണം? തൻ്റെ ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ ഇങ്ങനെ ഇനി ചോദ്യം വരാൻ സാധ്യതയുള്ളത്, കൗ ഗളേ ദൃഢാം ശിലാം ബദ്ധ്വാ അംബസി നിവേഷ്ടവ്യോ, ആര് രണ്ടുപേരെയാണ് കഴുത്തിൽ കല്ല് കെട്ടി ജലാശയത്തിൽ താഴ്ത്തേണ്ടതെന്ന് ചോദ്യം വരും. ആരാണ്? അദാതാരം ധനവന്തം അതപസ്വിനം ദരിദ്രം ച, ദാനം നൽകാത്ത ധനികനെയും കർത്തവ്യങ്ങൾ ചെയ്യാത്ത ദരിദ്രനെയുമാണ് ജലാശയത്തിൽ താഴ്ത്തേണ്ടത്.
ഇനി അവസാനത്തെ യൂണിറ്റിലെ നാലാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ശ്ലോകമാണ്. സന്യാസി യുദ്ധേ മൃതഃ വീരഃ ച തേജസ സൂര്യമണ്ഡല ഭേദിനോ സ്തഃ. സന്യാസിയും എന്ന് പറഞ്ഞാൽ എല്ലാം സർവ സുഖങ്ങളും ത്യജിച്ചവനും യുദ്ധത്തിൽ മരിച്ച വീരനും, യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികനും, തേജസ അവരുടെ തുല്യമായ തേജസ്സിനാൽ പ്രഭാവത്താൽ, സൂര്യമണ്ഡല ഭേദിനോ സ്തഃ സൂര്യമണ്ഡലത്തെ പോലും, സൂര്യന്റെ പ്രഭാവലയത്തെ പോലും അതിശയിപ്പിക്കുന്നു, മറികടക്കുന്നു. അതിനേക്കാൾ മുകളിലാണ് ഇവരുടെ പ്രഭാവം എന്ന് പറയണം. ആരാണ്? സന്യാസിയും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികനും. പുരുഷവ്യാഘ്ര, അല്ലയോ പുരുഷശ്രേഷ്ഠ രാജാവേ, യോഗയുക്തഃ പരിവ്രാട്. ശ്ലോകം വായിക്കാം. ദ്വാവിമൗ പുരുഷവ്യാഘ്ര സൂര്യമണ്ഡല ഭേദിനോ പരിവ്രാട് യോഗയുക്തശ്ച രണേ ച അഭിമുഖോ ഹതഃ. പുരുഷവ്യാഘ്ര അല്ലെങ്കിൽ പുരുഷശ്രേഷ്ഠ, യോഗയുക്തഃ പരിവ്രാട്, യോഗയുക്ത ധ്യാനത്തിലിരിക്കുന്നവനായ, പരിവ്രാട് എന്ന് പറഞ്ഞ സന്യാസി, പരിവ്രാജകൻ, സന്യാസി. രണേ അഭിമുഖഃ ഹതഃ ച യുദ്ധത്തിൽ ശത്രുവിനോട് അഭിമുഖമായി യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ട, വധിക്കപ്പെട്ട സൈനികനും അല്ലെങ്കിൽ വില്ലാളിയും. ഇമൗ ദോ സൂര്യമണ്ഡല ഭേദിനോ ഭവതഃ. ഇവർ രണ്ടുപേരും എന്താണ്? തങ്ങളുടെ പ്രഭാവത്താൽ സൂര്യമണ്ഡലത്തെ പോലും ഭേദിക്കുന്നു. സൂര്യമണ്ഡല മാർഗത്തിലൂടെ മുക്തി നേടുവാൻ ഇവർ അർഹരാണ് എന്നാണ് പറയുന്നത്. അലയോ പുരുഷശ്രേഷ്ഠ, ഈ രണ്ടുപേർ സൂര്യമണ്ഡലത്തെ ഭേദിച്ച് മുക്തി നേടുവാൻ പ്രാപ്തിയുള്ളവരാണ്. ആരൊക്കെയാണ്? ധ്യാനത്തിലിരിക്കുന്ന, ധ്യാനയുക്തനായിട്ടുള്ള സന്യാസിയും, അതുപോലെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച യോദ്ധാവും. ഇവർ രണ്ടുപേരും സൂര്യമണ്ഡലത്തെ മറികടക്കുവാൻ കഴിവുള്ളവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൽ എതിരാളിയെ എതിരിട്ട് വീരമൃത്യു വരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ശ്രേയസ്കരമാണ്. അല്ലാതെ തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാതെ വിമുഖത കാണിക്കുന്നത് ഒരിക്കലും ശ്രേയസ്കരമല്ല എന്ന് വിതുരൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശം നൽകുകയാണ് ഇവിടെ. അപ്പൊ ഇത്രയുമാണ് നാലാമത്തെ ബ്ലോക്കിലുള്ളത്. ഇവയെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ബ്ലോക്കിലെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.